നമ്മളെല്ലാവരും ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് രാജസ്ഥാൻ. അപ്പോൾ ഒരു രാജസ്ഥാൻ ട്രിപ്പ് എങ്ങനെ നമുക്ക് സ്വന്തമായി പ്ലാൻ ചെയ്യാം, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇത്. ഞാൻ കഴിഞ്ഞ വർഷം, അതായത് 2024 സെപ്റ്റംബറിൽ ഒരു രാജസ്ഥാൻ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോയ ട്രിപ്പാണ്, ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെ. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് പോയപ്പം ശ്രദ്ധിച്ച കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ആണ് ഇത്. ഇത് ഞാൻ കുറച്ച് മുന്നേ പോയ ട്രിപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ വീഡിയോസൊന്നും അധികം എൻ്റെ അടുത്ത് ഇല്ല. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ ഞാൻ എന്നെ സൈഡിൽ ആഡ് ചെയ്യാം നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട്. ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചി ടു ഉദയ്പൂർ ഫ്ലൈറ്റാണ് ഞങ്ങൾ എടുത്തത്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് പോയത് ഉദയ്പൂറാണ്. പിന്നെ ഉദയ്പൂരിൽ നിന്ന് ജോധ്പൂർ, പിന്നെ അവിടുന്ന് ജയ്സൽമീർ, പിന്നെ അവിടുന്ന് ജയ്പൂർ, പിന്നെ ജയ്പൂരിൽ നിന്നായിരുന്നു റിട്ടേൺ ഫ്ലൈറ്റ്. അപ്പം കൊച്ചിയിൽ നിന്ന് ഉദയ്പൂരിലേക്കുള്ള ഫ്ലൈറ്റ് എന്ന് പറയുമ്പം മഹാരാണ പ്രതാപ് എയർപോർട്ടാണ് ഉദയ്പൂരിലെ എയർപോർട്ട്, ഒരു ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. അവിടേക്കാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. ഇനി ഫ്ലൈറ്റ് വഴി അല്ലാതെ നിങ്ങൾക്ക് ട്രെയിൻ വഴി പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ട്രെയിനൊന്നും ഇല്ല. അപ്പം ഇവിടുന്ന് വേണമെങ്കിൽ കേരളത്തിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ട്രെയിൻ ഉണ്ട്. അതൊരു 1.5 ദിവസത്തെ ജേണിയാണ്. എന്നിട്ട് അഹമ്മദാബാദ് ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ നിങ്ങൾക്ക് വീണ്ടും ട്രെയിൻ കയറിയിട്ട് ഉദയ്പൂർ പോവാം. അത് പിന്നെ ഒരു 4 hours റേഞ്ചിലുള്ള ജേണിയുള്ളൂ. അപ്പം ട്രെയിൻ വഴിയാണ് നിങ്ങൾക്ക് അങ്ങനെയും പോവാം. ഞങ്ങൾ ഉദയ്പൂർ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും എത്തി. അപ്പം ഞങ്ങളിങ്ങനെ 8 days ട്രിപ്പ് ആയിരുന്നു പോയത്. അതിലുണ്ട് 2 days ഉദയ്പൂർ, 2 days ജോധ്പൂർ, 2 days ജയ്സൽമീർ ആൻഡ് 2 days ജയ്പൂർ. ആ രീതിക്കാണ് ഞങ്ങൾ പോയത്. അപ്പം ഞങ്ങളൊരു ദിവസം ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഉദയ്പൂർ എത്തി. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയി. ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ ശ്രീനാരായണ എന്നാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പം ഈ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ നമുക്ക് സ്കൂട്ടർ റെൻറ്റിന് കിട്ടുന്ന ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ സ്കൂട്ടർ റെൻറ്റിന് എടുത്തു. ഈ ഉദയ്പൂർ എന്ന് പറയുന്നത് ഒരു ചെറിയ സിറ്റിയാണ്. അപ്പോൾ അവിടെ അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും കറങ്ങാൻ സ്കൂട്ടിയാണ് ഏറ്റവും ഈസി. കാരണം ചെറിയ ചെറിയ റോഡ്സ് ആണ് ഈ ഷോപ്പിംഗ് ഏരിയസിലൊക്കെ ഉള്ളത് പലയിടത്തും. അപ്പോൾ ഈ ഏരിയാസിലൊക്കെ കറങ്ങണമെങ്കിൽ സ്കൂട്ടറാണ് നല്ലത്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് ഫസ്റ്റ് കറങ്ങാൻ വേണ്ടിയിട്ട് സഹേലിയും കി ബരി എന്ന് പറഞ്ഞിട്ടൊരു ഗാർഡനിൽ പോയി. അവിടെ ഈ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. പിന്നെ അവിടുന്ന് പിന്നെ ഞങ്ങൾ ഈ ഹാത്തിപ്പോൾ മാർക്കറ്റിൽ പോയി. നിങ്ങൾ ഉദയ്പൂർ ട്രിപ്പ് മാത്രമായിട്ട് പോകുന്നതെങ്കിൽ പോകാൻ പറ്റിയൊരു ഷോപ്പിംഗ് ഏരിയ ആണ് ഈ ഹാത്തിപ്പോൾ മാർക്കറ്റ്. അപ്പം അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ രാത്രി കുറച്ച് കഫേസ് ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയി. പിന്നെ അവിടെ നിന്ന് ഡിന്നർ കഴിച്ചിട്ട് ഞങ്ങൾ റൂമിലേക്ക് വന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് പോകാൻ പറ്റിയൊരു സ്പോട്ടാണ് ബാഹുബലി ഹിൽസ്. നിങ്ങൾക്ക് സൺറൈസ് കാണാനൊക്കെ പോവാം. അത് അവിടുന്ന് സിറ്റിയിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ ദൂരമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പോവാം. ഞങ്ങൾ രാവിലെ എണീക്കാത്തതുകൊണ്ട് ഞങ്ങൾക്കത് മിസ്സായി. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രാവിലെ എണീറ്റതിന് ശേഷം ഞങ്ങൾ പോയത് സിറ്റി പാലസിലാണ്. അത് ഉദയ്പൂരിലെ ഏറ്റവും ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് സിറ്റി പാലസ്. ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് പാലസ് ആണ് ഈ സിറ്റി പാലസ് ഓഫ് ഉദയ്പൂർ. അങ്ങനെ അവിടെ ഒരു 2 hours ഒക്കെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ജഗത് നിവാസ് പാലസ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ പോയി. അതൊരു സ്റ്റേയും ഉണ്ട്, റെസ്റ്റോറൻറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാനാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ഈ സൈഡിലെ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്താണ്. നിങ്ങൾ ഉദയ്പൂരിൽ നിന്ന് കാണുമ്പോൾ തന്നെ ഈ ഏരിയയിലെ ഫോട്ടോസൊക്കെ കാണാം. അതൊക്കെ ഈ ജഗത് നിവാസ് പാലസിലുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ ഈ പിച്ചോള ലേക്ക് ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ, അവിടെയൊക്കെ കറങ്ങാൻ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫത്തേസാഗർ ലേക്കിലേക്ക് പോയി. അവിടെ നിങ്ങൾക്ക് ഒരു സൺസെറ്റ് ഒക്കെ സ്പെൻഡ് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഞങ്ങൾ രാത്രി കുറച്ച് കഫേസിലൊക്കെ പോയി. അവിടെ കുറേ ഫേമസ് കഫേസ് ഉണ്ട്. സാങ്ഗ്രേ കഫേ, സായ് സാഗർ കഫേ, വിനോദ്സ് കഫേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫേമസ് കഫേ ഒക്കെ ഉണ്ട്. കുറേ ലേക്ക് സൈഡ് വ്യൂ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയിട്ട് പിന്നെ തിരിച്ച് റൂമിലേക്ക് പോയി. ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് ഡേ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ജോധ്പൂർ ആണ്. അപ്പോൾ അവിടുന്ന് ജോധ്പൂരിലേക്ക് ഞങ്ങൾ ബസ്സാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് ഒരു 6 hours ജേർണി ഒക്കെ ഉണ്ട്. അപ്പോൾ ബസ്സൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ട് ബുക്ക് ചെയ്താൽ മതി, ഒരു 1 or 2 days മുമ്പ് ബുക്ക് ചെയ്താൽ മതി. അങ്ങനെ അവിടുന്ന് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സെമി സ്ലീപ്പർ ബസ്. അപ്പം പിറ്റേന്ന് ഏർലി മോർണിംഗ് ആയിരുന്നു ബസ് ഉണ്ടായിരുന്നത്. അതിൽ കയറി പിന്നെ ഞങ്ങൾ ഒരു ഉച്ചയായപ്പോഴത്തേക്കും ജോധ്പൂർ എത്തി. ജോധ്പൂരിൽ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് റെസ്റ്റർ സെലക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി. അത് ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്ക് ഹോട്ടലിലെത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഗണ്ടാഗർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. ആ സ്ഥലത്തിൻ്റെ അടുത്ത് സ്റ്റെപ്പ് വെൽ ഉണ്ട്. പിന്നെ ഈ ജോധ്പൂർ എന്ന് പറയുന്നത് തന്നെ ഒരു ബ്ലൂ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ മിക്കവാറും എല്ലാം ബ്ലൂ കളേഴ്സ് ആയിരിക്കും. അപ്പം ഈ ബ്ലൂ ബിൽഡിങ്സ് ഒക്കെ കൂടുതലായി കാണാൻ ഈ ഗണ്ടാഗറിൻ്റെ അടുത്തുണ്ട് കുറേ ഷൂട്ടിംഗ് ഏരിയാസൊക്കെ, സ്പോട്ട്സൊക്കെ കുറേ ബ്ലൂ ബിൽഡിങ്സിൽ. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ ഞങ്ങൾ പിന്നെ ഈ ഗണ്ടാഗറിൻ്റെ അടുത്താണ് ഈ ജോധ്പൂരിലെ കുറേ ഷോപ്പിംഗ് ഏരിയാസ് ഒക്കെ ഉള്ളത്. അപ്പം അതൊക്കെ ഭയങ്കര റീസണബിൾ ആയിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ അവിടുത്തെ ഒരു ഷോപ്പിംഗ് ഏരിയ അതാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഷോപ്പൊക്കെ ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോന്നു.
പിന്നെ ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ എണീറ്റിട്ട് ഫസ്റ്റ് പോയത് ജസ്വന്ത് താട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. അവിടുന്ന് പിന്നെ ഞങ്ങൾ മെഹ്റാൻഗർ ഫോർട്ട് പോയി. മെഹ്റാൻഗർ ഫോർട്ടാണ് ഈ ജോധ്പൂരിലെ ഏറ്റവും ഫേമസ് ആയൊരു ഒരു സ്പോട്ട്. അങ്ങനെ അത് അത്യാവശ്യം വലിയൊരു ഫോർട്ടാണ്. പിന്നെ മെഹ്റാൻഗർ ഫോർട്ടിൽ നിന്ന് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോന്നു. കാരണം ഞങ്ങൾ പോയ സമയത്ത് നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ചൂടൊക്കെ ആറി കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയത്. ഞങ്ങളൊരു വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പിന്നെ മെൻഡോർ ഗാർഡനിൽ പോയി. അങ്ങനെ അവിടെ കുറച്ചൊരു ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് പിന്നെ റൂമിലേക്ക് വന്നു. അങ്ങനെ ജോധ്പൂരിൽ ഇതൊക്കെയാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്ത സ്ഥലം. ഇതല്ലാതെ ഒരു ഉമേദ് ഭവൻ എന്ന് പറഞ്ഞിട്ടൊരു പാലസ് മ്യൂസിയം ഉണ്ട്. അത് അവിടുത്തെ ഒരു ഫേമസ് സ്ഥലമാണ്. നിങ്ങൾക്ക് അവിടെയും വിസിറ്റ് ചെയ്യാം. ഇപ്പം ജോധ്പൂരിൽ ഞങ്ങൾ ട്രാവലിനൊക്കെ ഫുൾ യൂബർ ഓട്ടോയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത്. അവിടെ ഞങ്ങൾക്ക് സ്കൂട്ടർ നോക്കിയിട്ട് അങ്ങനെ കിട്ടിയില്ല. പക്ഷെ സ്കൂട്ടർ റെന്റിങ് ഷോപ്പ് ഉണ്ട് തോന്നുന്നു, ഞങ്ങൾ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. അപ്പം ഞങ്ങൾ ഓട്ടോ യൂബർ ഒക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. പിന്നെ യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മെഹ്റാൻഗർ ഫോർട്ട് പോലുള്ള സ്ഥലത്തേക്കൊക്കെ അവർ റിട്ടേണും കൂടെ വേണമെന്ന് ചോദിച്ചിട്ടേ എടുക്കാൻ സമ്മതിക്കുള്ളൂ. കാരണം പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാലും നമുക്ക് തിരിച്ചു വരാനും യൂബർ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ രീതിക്ക് എടുക്കുന്നതാണ് നല്ലത്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ഞങ്ങളുടേത് ജയ്സൽമീർ ആണ്. അപ്പം ഞങ്ങൾ ഈ ജോധ്പൂരിൽ നിന്ന് ജയ്സൽമീറിലേക്ക് ബസ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു ദിവസം മുന്നേ അങ്ങനെ ബുക്ക് ചെയ്തിട്ടുള്ളായിരുന്നുള്ളൂ. അങ്ങനെ അവിടുന്ന് ഒരു 6 hours ജേർണിയാണ് ജയ്സൽമീറിലേക്ക്. അപ്പോൾ നെക്സ്റ്റ് ഏർലി മോർണിംഗ് ആണ് ബസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ബസ് കയറിയിട്ട് ഞങ്ങളൊരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കും ജയ്സൽമീർ എത്തി. ജയ്സൽമീറിൽ പിന്നെ ഞങ്ങൾ ഡെസേർട്ട് സ്റ്റേ ആണ് ബുക്ക് ചെയ്തിരുന്നത്. ഒരു സാം റിസോർട്ട് ഡെസേർട്ട് സ്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഡെസേർട്ട് സ്റ്റേ ആണ് ബുക്ക് ചെയ്തിരുന്നത്. ഒരു ടെൻറ്റ് പോലത്തെ സെറ്റപ്പ്. അപ്പം അത് ഡെസേർട്ടിലായതുകൊണ്ട് ഈ ജയ്സൽമീർ സിറ്റിയിൽ നിന്ന് ഒരു 1.5 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്യണം. അപ്പോൾ അങ്ങോട്ടേക്ക് അങ്ങനെ യൂബറോ ഓട്ടോ ഒന്നും കിട്ടില്ല വിചാരിച്ച് ഞങ്ങൾ ബൂം കാർ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബൂം കാർ എന്ന് പറയുന്നത് റെൻ്റൽ കാർസ് ആണ്. നമുക്ക് സെൽഫ് ഡ്രൈവ് ചെയ്തിട്ട് പോവാം, എന്നിട്ട് കഴിഞ്ഞ് തിരിച്ചു കൊടുക്കാം. അപ്പോൾ റെൻറ്റ് കൊടുത്താൽ മതി അങ്ങനത്തെ രീതിക്ക്. അപ്പം ഞങ്ങൾ ഈ ബൂം കാർ എടുത്തു. അപ്പോൾ ബൂം കാറിൻ്റെ ടീം ഞങ്ങളെ ബസ് സ്റ്റോപ്പിൽ പിക്ക് ചെയ്യാൻ വന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഈ ബൂം കാർ എടുത്തിട്ട് ഞങ്ങൾ ഡ്രൈവ് ചെയ്തിട്ട് ഇവിടെ ഡെസേർട്ട് സ്റ്റേയിലേക്ക് പോയി. അങ്ങനെ ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞിട്ട് ഡെസേർട്ട് സ്റ്റേ എത്തി. ഒരു ഈവനിങ് ഒക്കെ ആയാണ് ഡെസേർട്ട് സ്റ്റേ ഓപ്പൺ ആവുന്നത്. കാരണം നല്ല വെയിലും ചൂടൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ എത്തിയിട്ട് ഏർലി ചെക്കിനൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഡെസേർട്ട് സ്റ്റേയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ ക്യാമൽ റൈഡും സ്റ്റേയും ഫുഡും ഒക്കെ ഇൻക്ലൂഡ് ആണ്. നൈറ്റ് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവരുടെ സ്റ്റേ. അങ്ങനെ ഈ ഡെസേർട്ട് സ്റ്റേ ഒക്കെ നിങ്ങൾക്ക് booking.com ബുക്ക് ചെയ്യാം. അങ്ങനെ ഏത് സൈറ്റിൽ നിന്ന് വേണം ബുക്ക് ചെയ്യാം. അങ്ങനെ ഈ ഡെസേർട്ട് സ്റ്റേയിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു വൈകുന്നേരം ആയപ്പം ഞങ്ങൾ അവിടുന്ന് ജീപ്പ് റൈഡ് പോയി. ഡെസേർട്ടിൽ തന്നെ ജീപ്പ് റൈഡിന് ഒരാൾക്ക് 1500 അങ്ങനെ എന്തോ ആയത്. അങ്ങനെ ജീപ്പ് റൈഡ് പോയിട്ട് തിരിച്ചു വന്നത് ഒരു 20 minutes റൈഡൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പിന്നെ രാത്രി കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, ഈ ഘൂമർ ഡാൻസ് അതൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ക്യാമൽ റൈഡ് എടുത്തു. അങ്ങനെ ഞങ്ങൾ ക്യാമൽ റൈഡ് ചെയ്ത് പോയിട്ട് സൺറൈസ് ഒക്കെ കണ്ട് തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ച് ചെക്കൗട്ട് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ജയ്സൽമീർ സിറ്റിയിലേക്ക് വന്നു. അപ്പോൾ ജയ്സൽമീർ സിറ്റിയിൽ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ജയ്സൽമീർ ഫോർട്ടിൽ പോയി. അപ്പം ഈ ജയ്സൽമീർ ഫോർട്ടിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ആകെ ആൾതാമസമുള്ള ഒരേ ഫോർട്ടാണ് ജയ്സൽമീർ ഫോർട്ട്. ഈ ജയ്സൽമീർ ഫോർട്ടിൽ നിങ്ങൾക്ക് കുറേ ഷോപ്സ്, ആൾക്കാർ താമസിക്കുന്ന വീടുകൾ ഒക്കെ കാണാം. അതിന് ഈ ഫോർട്ടിലൊക്കെ കറങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു മലയാളിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരവിടെ ഒരു കഫേ നടത്തുന്നുണ്ട്. അങ്ങനെ ആ കഫേയിൽ അവർക്ക് അതിൻ്റെ അടുത്ത് സ്റ്റേയും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവരുടെ കഫേയിൽ പോയിട്ട് അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചു. ആ കഫേൻ്റെ പേര് ഓപ്പൺ റോഡ് കഫേ എന്നാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അങ്ങനെ ഈ ഓപ്പൺ റോഡ് കഫേന്ന് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷമൊക്കെ സ്പെൻഡ് ചെയ്തു അവിടെ. ഈ വെയിൽ കാരണം അത് കഴിഞ്ഞിട്ട് വെയിലാറി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഈ പട്വ ഹവേലിയിലേക്ക് പോയി. ഈ പട്വ ഹവേലി എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഹം ദിൽ ദേ ചുക്കെ സനം ആ ഫിലിമിലും ബാലികാവധ് സീരിയൽ അങ്ങനെ പല സ്ഥലത്തിൻ്റെ ഒരു സെറ്റ് തന്നെയാണ് ഈ പട്വ ഹവേലി. കുറേ ഫോട്ടോസ് എടുക്കാനൊക്കെ ഉള്ള സ്പോട്ടൊക്കെ ഉണ്ട്. അങ്ങനെ പട്വ ഹവേലിയിലൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെ ബഡാബാഗിൽ പോയി. ബഡാബാഗ് എന്ന് പറയുന്നത് ഈ അന്നത്തെ രാജാക്കന്മാരെയൊക്കെ ശവകുടീരങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പം അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഗഡിസാർ ലേക്കിലേക്ക് പോയി. ഈ ഗഡിസാർ ലേക്കിൻ്റെ ഈ സൈഡിലൊക്കെ ഒരുപാട് കഫേസ് ഉണ്ട്. അപ്പം നമുക്ക് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ആ കഫേയിലേക്ക് കയറി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ കാർ റിട്ടേൺ ചെയ്തിട്ട് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. അവർ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്തു. കാരണം ഞങ്ങൾ രാത്രിത്തേക്ക് ബസ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ജയ്പൂർ ആണ്. ജയ്പൂരിലേക്ക് ഒരു ഓവർനൈറ്റ് ജേർണി ഉണ്ട് ജയ്സൽമീർ. കാരണം അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു 13 hours ജേർണി ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാത്രി ബസ് കയറി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പം ഞങ്ങൾ ജയ്പൂരിലെത്തി. ജയ്പൂരിൽ ഞങ്ങൾ 4 points ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അത് എനിക്ക് ഇഷ്ടമുള്ള സ്റ്റേ എടുക്കുക. അവിടെ ഒരുപാട് സ്റ്റേ ഉണ്ട്. അവിടുത്തെ 4 points അത്ര കോസ്റ്റ്ലി അല്ല. അങ്ങനെ
ഞങ്ങൾ അവിടുന്ന് പിന്നെ ബസ് ഇറങ്ങി പിന്നെ ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി. അവിടെ ഞങ്ങൾ പിന്നെ ബാഗൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഏരിയ വിസിറ്റ് ചെയ്യാൻ വെച്ചു. കാരണം അപ്പോഴത്തേക്ക് വെയിലായി. അപ്പോൾ ഞങ്ങൾ ഓർത്തു കുറച്ച് ഷോപ്പ് ചെയ്തിട്ട് കുറച്ച് വെയിലൊക്കെ ആറി കഴിഞ്ഞിട്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ബാപ്പു ബസാറിൽ പോയി അവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. ഈ ബാപ്പു ബസാർ എന്ന് പറയുന്നത് മെയിൻലി ഡ്രസ്സസിന് വേണ്ടിയിട്ടുള്ള ഒരു ബസാറാണ്. അവിടെ കുറേ ബസാർസും കുറേ മാർക്കറ്റ്സും ഉണ്ട്. അതിൽ ഈ ബാപ്പു ബസാറാണ് ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ജൂത്തീസ് ചപ്പൽസ് ഒക്കെ വാങ്ങണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാന്ദ്പോൾ മാർക്കറ്റ് പോവാം. അവിടെ കൂടുതലും അതിൻ്റെ സ്റ്റോഴ്സ് ആണുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഈ ഓക്സിഡൈസ് ജ്വൽസ് അതുപോലത്തെ ഐറ്റംസ് ഒക്കെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ജോഹരി ബസാറിൽ പോവാം. അവിടെ കുറേ ഈ ഇടയിലെ സ്റ്റോൾസ് ഒക്കെ ആയിട്ട് കുറേ ഈ ഓക്സിഡൈസ് ജ്വൽസിന്റെ സ്റ്റോൾസ് ഉണ്ട്. ഈ ഓക്സിഡൈസ് ജ്വല്ലറി നിങ്ങൾക്ക് ഒരു എല്ലാ ബസാറിലും ഇങ്ങനെ ഇടയിൽ ചെറിയ സ്റ്റോൾസ് കാണാം. പക്ഷെ എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയത് ഈ ജോഹരി ബസാറിലാണ്. പിന്നെ റേറ്റ് ഒക്കെ നോക്കുമ്പം അത്യാവശ്യം റീസണബിൾ റേറ്റ് ആണ്. ഭയങ്കര ചീപ്പായിട്ട് എനിക്ക് തോന്നിയില്ല എല്ലാത്തിനും. ഇപ്പൊ കമ്മലൊക്കെ ആണെങ്കിലും ഒരു 100-150 ഒക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തന്നെ. അപ്പം അല്ലാതെ ഭയങ്കര ഒരു ചീപ്പ് ഷോപ്പിംഗ് പോലെ തോന്നിയില്ല. പക്ഷെ കുഴപ്പമില്ല അങ്ങനെ. പക്ഷെ ഒരുപാട് ഏരിയ ഉണ്ട്. അതായത് ഇപ്പം ഈ ബാപ്പു ബസാറിലെ ഡ്രസ്സിന്റെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. പക്ഷെ കൂടുതലും ഷോപ്പിലും ഏകദേശം ഒരേ ടൈപ്പ് ഓഫ് ഡ്രസ്സുകൾ തന്നെയാണ് ഒരു ഷോപ്പ് കയറി നെക്സ്റ്റ് ഷോപ്പിൽ കയറുമ്പോൾ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പിന്നെ ആംബർ പാലസിൽ പോയി. അവിടെ ആംബർ പാലസും ഉണ്ട് ഫോട്ടോ ഉണ്ട്. പക്ഷെ ഞങ്ങൾ എത്താൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അധികം കാണാൻ പറ്റിയില്ല. അപ്പോഴത്തെ അവിടെ ക്ലോസിങ് ആവാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ കുറച്ച് നേരത്തെ പോകണം. കാരണം അവിടെ നടന്ന് കാണാൻ ഒരുപാടുണ്ട്. അത് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് പിന്നെ ഹവാമഹലിൻ്റെ അവിടെ നിന്ന് ഒരു കഫേയിലൊക്കെ കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഏർലി മോർണിംഗ് എണീറ്റിട്ട് ഞങ്ങൾ ഹവാമഹലിൻ്റെ അടുത്ത് പോയി. അവിടെ ഈ ഹവാമഹലിൻ്റെ ഓപ്പോസിറ്റ് കുറേ കഫേസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് ഫോട്ടോ എടുത്താൽ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഹവാമഹലിലുള്ള നല്ല ഫോട്ടോസൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ ഹവാമഹലിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ ചില കഫേക്ക് ഓപ്പണായി വരുന്നുണ്ടായിരുന്നുള്ളവർ സമ്മതിച്ചില്ല. പിന്നെ അവർ ചാർജ് ചെയ്യും ഈ കഫേന്ന് ഫോട്ടോ എടുക്കാൻ. ഒരാൾക്ക് ഒരു 5 മിനിറ്റ്സിലേക്ക് 200 റുപ്പീസ് ഒക്കെ ചാർജ് ചെയ്തിട്ടാണ് അവർ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് റൂമിൽ വന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിൽ പോയി. അവിടെ നിന്ന് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഷോപ്പിംഗ് ഏരിയ സ്ട്രീറ്റൊക്കെ ഉള്ളത്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ബാപ്പു ബസാർ, ജോഹരി സ്ട്രീറ്റ് അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ പോയി. അപ്പം നിങ്ങൾക്ക് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കുറേ ടൈം ഈ ജയ്പൂർ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ ഈ മൊത്തം രാജസ്ഥാനിലെ ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് ഏരിയ ഉള്ളതും ഈ ജയ്പൂർ തന്നെയാണ്. കുറച്ചുകൂടി റീസണബിൾ റേറ്റിൽ സാധനം കിട്ടുന്നതും ജയ്പൂരിൽ തന്നെയാണ്. അപ്പം ഞങ്ങളതുകൊണ്ട് ഞങ്ങൾക്ക് വെയിലും ആയതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ അധികം സ്ഥലം കാണാൻ പോകാനൊരു താല്പര്യം ഉണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഈ ഷോപ്പിംഗ് ഏരിയയിൽ തന്നെ നിന്നു. അപ്പം അങ്ങനെ കുറേ ടൈം പോയി. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പം പത്രേക ഗേറ്റിൽ ഇറങ്ങി അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് പിന്നെ റൂമിലേക്ക് പോകാനുണ്ടായത്. കാരണം അന്ന് രാത്രിയാണ് ഞങ്ങൾക്ക് റിട്ടേൺ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ ഈ ജയ്പൂരിൽ വരികയാണെങ്കിൽ നിങ്ങളൊരു 2 ഡേയ്സ് സ്ഥലങ്ങൾ കാണാനും പിന്നെ ഒരു ഡേ നിങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം രാത്രി വന്നു കഴിഞ്ഞാൽ ഈ ഷോപ്പിംഗ് ഏരിയാസ് കുറേ വേഗം ക്ലോസ് ആവുന്നുണ്ട്. ഒരു 8-8:30 ആകുമ്പോഴത്തേക്കും കുറേ ഷോപ്സ് ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാത്രി ചെന്ന സമയത്തും അതുകൊണ്ട് പിന്നെ പകൽ തന്നെ പോകേണ്ടി വന്നു. പകലൊരു 10-11 മണിയൊക്കെ ആവും പല ഷോപ്സൊക്കെ ഓപ്പൺ ആയി വരണമെങ്കിൽ. അപ്പം പകൽ തന്നെ പോയാലും നിങ്ങൾക്ക് എല്ലാ ഷോപ്സും ഓപ്പൺ ആയിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഈ ഒരു സ്ഥലങ്ങൾക്ക് പുറമെ ജയ്പൂരിൽ ജൽമഹൽ, സിറ്റി പാലസ്, ജയ്ഗർ ഫോർട്ട്, നഹർഗർ ഫോർട്ട് അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പം ഈ സ്ഥലങ്ങളൊക്കെ എന്തായാലും വിസിറ്റ് ചെയ്യണം. അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ ജയ്പൂരിൽ ഉണ്ടായിരുന്ന അപ്പം കണ്ട കാര്യങ്ങളൊക്കെ. പിന്നെ ജയ്പൂരിലാണെങ്കിൽ നിങ്ങൾക്ക് കറങ്ങണമെങ്കിൽ ഓട്ടോ, യൂബർ പിന്നെ ബാറ്ററി വണ്ടികളൊക്കെ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഈ സ്വന്തമായിട്ട് വേറെ കാറൊന്നും എടുക്കേണ്ട ആവശ്യം വരില്ല. ഇഷ്ടംപോലെ ട്രാൻസ്പോർട്ട് ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ ഞങ്ങളിപ്പോൾ ഈ 4 സ്ഥലങ്ങളാണ് വിസിറ്റ് ചെയ്തത്. അതിന് പുറമെ നിങ്ങൾക്ക് മൗണ്ട് എബു, ബിക്കനീർ, പൊക്രാൻ, അജ്മീർ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ വേണേൽ വിസിറ്റ് ചെയ്യാം നിങ്ങളുടെ ടൈമിനനുസരിച്ച്. അപ്പം ഞങ്ങൾക്ക് 8 ദിവസം ആയതുകൊണ്ട് ഞങ്ങൾ 2 ദിവസം വെച്ചിട്ട് ഈ 4 സിറ്റീസാണ് കണ്ടത്. അപ്പം ഈ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.